ഇപ്പോൾ ഒരു ടീനേജേഴ്സിൻ്റെ കേസിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു ട്വീൻസിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അവർക്കൊരു മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ മിക്കപ്പോഴും പേരൻസ് അതിനെ ക്യാൻസൽ ചെയ്ത് വിടുന്ന ക്യാൻസലിങ് അല്ലെങ്കിൽ ഡിസ്മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകുന്നു. പക്ഷേ അതൊരിക്കലും പോകുന്നില്ല. ഇപ്പോൾ അങ്ങനെയാണ് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ കുഞ്ഞുങ്ങൾ വരുന്നത്. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ഉള്ളിൽ ഒതുക്കി വരുന്നത്. എൻ്റെ സെഷൻസിൽ അധികവും വരുന്ന പ്രീറ്റീൻ അല്ലെങ്കിൽ ടീനേജേഴ്സ് അവർ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും എനിക്ക് അമ്മയുടെ പറയാൻ പറ്റില്ല, ദേ ആർ നോട്ട് ഗോയിങ് ടു ലിസൺ എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളെ നമ്മൾ ചില കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ് ഞാൻ പറയും അതിന്. ഇതൊരു ബുക്കിൽ നിന്നുള്ളതാണ് ആക്ച്വലി. നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമാൻഡ് ചെയ്യുക, അതിങ്ങ് എടുത്തോണ്ട് വന്നേ എന്ന്, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് ഇറ്റ് എ ബിഗ് സീൻ, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുക, അറിയാണ്ടിരിക്കുമോ എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർ കേൾക്കുന്നത് എൻ്റെ ഇമോഷൻസും എൻ്റെ നീഡ്സും മാറ്റർ അല്ല എന്നാണ് അവർ കേൾക്കുന്നത്. അപ്പോൾ അന്നും അവിടെ നിന്ന് പോലെ ആ കുഞ്ഞ് ഇമോഷണലി ഷട്ട് ഡൗൺ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ദാറ്റ് ചൈൽഡ് ലേൺസ് ടു ബി ഇമോഷണലി ഷട്ട് ഓഫ്. അത് കഴിഞ്ഞ് പിന്നെ അഡൾട്ടായി കഴിഞ്ഞ് പിന്നെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴായിരിക്കും ഇതല്ല ദിസ് പേഴ്സൺ ഡസൻറ്റ് നോ ഇമോഷണലി അവൈലബിലിറ്റി എന്താണെന്ന് പോലും അറിയില്ല ആക്ച്വലി ഒരുപാട് പേർക്ക്.